അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الأحبة أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذا جمعوا أمرهم وهم يمكرون وما أكثر الناس ولو حرصت بمؤمنين وما تسألهم عليه من أجر إن هو إلا ذكر للعالمين صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി മോഹിച്ചുകൊണ്ട് വിലക്കുകൾ പരിഗണിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് മാറ്റമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. മനുഷ്യന് ഗുണപാഠമാകാൻ വേണ്ടി ഖുർആനിൽ ഒരുപാട് കഥകൾ പറയും, പലതരത്തിലുള്ള കഥകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പ്രവാചകന്മാരുടെ ജീവിതകഥകൾ. പ്രവാചകന്മാരുടെ ജീവിതകഥകളിൽ ഏറ്റവും മനോഹരമായ കഥ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ആ കേട്ട കഥകളിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായി തന്നിട്ടുണ്ട്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കഥയുടെ അപ്പുറമുള്ള ഗുണപാഠമാണ് ഖുർആൻ എപ്പോഴും പോകുന്നത് എന്നതാണ് വസ്തുത. കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മ പറയും, ഞാനൊരു കഥ പറഞ്ഞു തരാം, മോൻ ഭക്ഷണം കഴിച്ചോളി, മോൾ ഭക്ഷണം കഴിച്ചോളി. സാധാരണ നമ്മളെ ഇടയിൽ നടക്കുന്ന സംഭവം. കഥ എന്നത് മനുഷ്യ മനസ്സിനെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു സ്ഥലം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ വളരെ മനോഹരമായ ഒരു അധ്യായത്തിൽ പറഞ്ഞു തീർക്കാം. അതിൽ ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാലഘട്ടത്തിലും ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാക്കൂബ് നബിയുടെ 11ാമത്തെ മകനായിട്ടാണ് യൂസുഫ് ജനിക്കുന്നത്. പിന്നൊരു ആൾ കൂടിയുണ്ട്, ബിൻയാമീൻ, 12ാമത്തെ. മൂത്ത സഹോദരന്മാരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാനുള്ള ഉദ്ദേശിക്കുന്നു. 10 മക്കൾ ഒരു ഭാര്യയിലും 2 മക്കൾ വേറെ ഭാര്യയിലും യാക്കൂബ് നബി. ഈ യൂസുഫ് അലൈഹിസ്സലാമക്ക് പിൽക്കാലത്ത് നുബുവത്ത് ലഭിക്കും എന്ന് സൂചന നൽകുന്ന ഒരു സ്വപ്നം അദ്ദേഹം
ചെറുപ്പത്തിൽ കാണുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് പിതാവിനോട് പരാമർശിക്കുകയും ആ വിവരം മറ്റു സഹോദരങ്ങൾ അറിയുകയും അവര് അസൂയോട് ഇദ്ദേഹത്തിനെ അപകടപ്പെടുത്താനായി കൊണ്ടുപോവുകയും കളിക്കാൻ കൊണ്ടുപോയിട്ട് പൊട്ടക്കണ്ടിട്ടു. അവിടെ നിന്ന് വഴിയാത്രക്കാർ അദ്ദേഹത്തെ കണ്ടെടുത്തു, അങ്ങാടിയിൽ വിറ്റു. പിന്നെ പ്രഭു കുടുംബത്തിലെത്തി വിറ്റു. അവിടെ നിന്ന് വളർന്നു വലുതായി വരുമ്പോൾ പ്രഭിക്ക് യൂസുഫിനോടുള്ള അനുരാഗം, അതിൻ്റെ ഒടുവിലുള്ള ബലാത്കാരം, അത് ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് തന്നെ ആവും. മാനം രക്ഷിക്കാൻ വേണ്ടി ഒടുവിൽ യൂസുഫിന് ജയിൽ ശിക്ഷ. ജയിലിൽ 2 സഹകാരികൾ, അവർ 2 ആളും സ്വപ്നം വേണം, അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. അതിലൊരുത്തൻ പിൽക്കാലത്ത് രാജാവിന്റെ പരിചാരകനാവും. അവിടെ രാജാവ് സ്വപ്നം വേണം, വ്യാഖ്യാനത്തിന് ആളെ കിട്ടാതെ നടക്കുമ്പോൾ പഴയ ജയിൽ സഹകാരിയെ കുറിച്ച് പറയും. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമെ വിളിപ്പിക്കുന്നു. എന്നിട്ട് ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. അതിന് മുമ്പ് കുറെ സംഗതികളൊക്കെ അദ്ദേഹത്തെ ജയിലിലിട്ടത് അനാവശ്യമായിരുന്നു എന്ന് രാജാവിനെയും അതുപോലെ ബന്ധപ്പെട്ട സ്ത്രീയും ബോധ്യപ്പെടുത്തുന്ന കുറെ രംഗങ്ങളാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്. എങ്ങനെയാണ് നിസ്സഹായനായ ഒരു ബാലനെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു നാട്ടിലെ ഭരണാധികാരിയാക്കിയത് എന്നുള്ള സുബ്ഹാനഹു വ തആല അതിലൂടെ കാണിക്കുകയാണ്. എന്നിട്ട് പിതാവും സഹോദരനൊക്കെ വരുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഇതെല്ലാം കണ്ട് ജീവിതത്തിൻ്റെ വർണ്ണശബളമായ വർണ്ണമനോഹരമായ ഏറ്റവും ഉന്നതമായ ആ സ്ഥാനത്താണ്. അതെല്ലാം കണ്ടിട്ട് ആഹ്ലാദിക്കുന്നതിന് പകരം യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ 2-3 വാചകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതി കൊടുക്കുക. അതാണ് ഞാൻ ആദ്യം പാരായണം ചെയ്തത്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, നാഥ എന്റെ രക്ഷിതാവേ, എനിക്ക് നീ രാജാധികാരന്, വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും ചെയ്തു. രാജാധികാരം വളരെ വലിയ സംഗതിയാണ്. സ്വപ്ന വ്യാഖ്യാനം അന്ന് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിജ്ഞാനശാല. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുക എന്നത് ഒരു പ്രത്യേകമായ ഒരു ബിരുദം കഴിവിനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച ഒരു സംഗതിയാണ്. അതും നീ എനിക്ക് പഠിപ്പിച്ചു. ഞാനൊരു നിസ്സഹായനായ അവസ്ഥയിലായിരുന്നു, നിനക്കറിയാം. അവിടെ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന് ഈജിപ്തിന്റെ രാജാധികാരം കണ്ടു. എന്നിട്ട് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, അന്ത വലിയ എനിക്കറിയാം, നീയാണ് ഈ ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷകർത്താവ്, കൈകാര്യകർത്താവ്. ഇതെല്ലാം നീ നൽകിയതാണ് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്സാലിഹീൻ, എന്ന് നീ മുസ്ലിമായിട്ട് മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുകയും ചെയ്യണം. നോക്കൂ, ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് രാജാധികാരവും വൈജ്ഞാനിക മേഖലയിലുള്ള ഔന്നത്യം, ഇതൊന്നും ഒരു വലിയ സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കൊണ്ട് എനിക്ക് ലഭിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആശ്വാസകരമായി വേണ്ടത് മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സംഗതി റസൂലിനോട് പഠിപ്പിക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസം എല്ലാ സമൂഹത്തും മുസ്ലിമും. നിങ്ങൾക്ക് എന്തെല്ലാം ഭൗതിക ജീവിതത്തിൽ കിട്ടിയാലും, എത്ര വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ പദവി അലങ്കരിച്ചാലും, എത്ര പണം ഉണ്ടായാലും അതൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അല്ലാഹുവിനനുസരിച്ചൊരു ജീവിത റെക്കോർഡാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് വിജയിക്കുക എന്നൊരു യാഥാർത്ഥ്യം. അത് യൂസുഫ് നബി അന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വഅൽഹഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ആക്കിത്തന്നെ. ഇങ്ങനെ ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിൽ വിരാജിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാനും പറയാനും വളരെ കുറഞ്ഞ ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, പദവി കിട്ടിക്കഴിഞ്ഞാൽ
പണം കിട്ടിക്കഴിഞ്ഞാൽ അതെന്നെ മിടുക്കുകൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ജമ്പ് കാണിക്കുന്ന, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന, അതുമായി മറ്റുള്ളവരുടെ മേൽക്കിട്ട് കയറുന്ന സ്വഭാവമാണ് മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത് എന്നതിന് വേറെ തെളിവെന്ന് ആവശ്യമില്ല. നമ്മുടെ സമകാലിക സംഭവങ്ങളും മുൻകാല സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ അധികാരം തലയ്ക്ക് പിടിച്ചിട്ട് മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഭരണാധികാരികളെ, പണം കൂടിയിട്ട് എന്ത് തോന്നിയാസവും ആർഭാടവും ദൂർത്തും നടത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് സർവ്വസാധാരണമായി കാണാൻ കഴിയുന്ന ഒരു കാലമാണ്. അപ്പൊ ഉന്നതമായ അധികാര സോപാനത്തിലെത്തിയിട്ടും വൈജ്ഞാനിക മേഖലയിൽ ഏറ്റവും ഉന്നതമായ നില കൈവരിച്ചിട്ടും വളരെ വിനയാനന്ദനായി തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ എന്ന് പറയാൻ കഴിയുക വളരെ അപൂർവം ചില ആളുകൾ മാത്രമാണ്. ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, ഇതൊക്കെ അദൃശ്യമായി നാം നിനക്ക് പറഞ്ഞു തരുന്ന, നാം നിനക്ക് വഴി നൽകുന്ന അദൃശ്യ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. കാരണം യൂസുഫിനെതിരെ കുതന്ത്രത്തിന്റെ പദ്ധതി തയ്യാറാക്കി അവന്റെ സഹോദരങ്ങൾ അവനെ കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൂടെ നീ ഉണ്ടായിരുന്നില്ല. അത് നാം കാണുകയായിരുന്നു. അത് നിനക്ക് പറഞ്ഞു തരികയാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനൊന്നും വലിയ കാര്യമില്ല എന്ന് കുതന്ത്രങ്ങളിലൂടെ യൂസുഫിനെ തകർക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ജീവിതത്തിന്റെ അവസാനം മനസ്സിലായി. ഒരു കാര്യവുമില്ല. അവസാനം യൂസുഫിനോട് സർവാത്മന കീഴടങ്ങുന്ന ഒരു രംഗം അവിടെ തന്നെ. ഇതൊക്കെ അന്ന് സംഭവിച്ചതാണ്. പക്ഷെ ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ വിശ്വാസമില്ല. അധികം ആളുകൾ വിശ്വസിക്കൂല. ജനങ്ങളിൽ അധികം ആളുകൾ, നീ എത്ര അതിയായി ആഗ്രഹിച്ചാലും അധികം ആളുകളും വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ സൈക്കോളജി ഓഫ് മെജോറിറ്റി, വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു സംഭവമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി. മെജോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ സ്വഭാവം, രീതി എന്നൊക്കെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മൈനോറിറ്റീസ് എന്നല്ല, മൈനോറിറ്റി സത്യവിശ്വാസ ന്യൂനപക്ഷം എന്നുള്ളത്, അല്ലെങ്കിൽ കുറഞ്ഞ വിഭാഗം ഉണ്ടാവും. ചരിത്രത്തിൽ എന്തും എപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ അപൂർവ ചില ഇടവേളകളിൽ മാത്രമാണ് സത്യവിശ്വാസികൾക്ക് കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക. അല്ലാത്തപ്പോഴൊക്കെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ സത്യവിശ്വാസത്തിന്റെ രീതിയിൽ. വിശ്വാസികളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ പോലും യഥാർത്ഥത്തിൽ ആ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പകർത്തുന്ന വളരെ കുറവാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടക്കുക. ഒരു മനുഷ്യന്, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ. പടച്ചവനെ, എന്നെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണം, കുറഞ്ഞ ഗ്രൂപ്പിൽ പെടുത്തണേ എന്ന് വേണം. ഉമറിന് അത്ഭുതം. നമ്മൾ ഒരുപക്ഷെ ഒരിക്കൽ കേട്ടിട്ടുണ്ടാവില്ല. കിതാബ് സുഹദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ രേഖപ്പെടുത്തുന്നു. ഉമറിന് അത്ഭുതം തോന്നി. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ കുറഞ്ഞ ന്യൂനപക്ഷത്തിൽ? സാധാരണ മനുഷ്യന്മാരൊക്കെ ആൾക്കൂട്ടത്തിൽ ചേരാനല്ലേ, കൂടുതലുള്ള ആളുകൾ, അംഗബലമാണല്ലോ ആളുകള് ഒരു ശക്തിയായിട്ട് കാണാറുണ്ട്. ഈ മനുഷ്യൻ വരക്കുന്നു, കുറഞ്ഞ ഗ്രൂപ്പിൽ പെടുത്തണേ. ഉമർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, നല്ല സഹോദര, എവിടെന്നാണ് നീ പ്രാർത്ഥന പഠിച്ചത് എന്ന് ചോദിച്ചപ്പോ, അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞതാണല്ലോ അമീറുൽ മുഅ്മിനീൻ എന്ന് പറയണ്ടായി. അപ്പോ ഉടനെ തെളിവ് പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദിയുള്ളവരായിട്ടുണ്ടാവുള്ളൂ. നിശബ്ദനെ കരഞ്ഞു. ഉമറിന്റെ വസ്ത്രനാണ്. ഉമർ കരഞ്ഞിട്ട് ആത്മകഥം പറയാണ്, ഉമറെ, നീ വലിയ ആളാണെന്ന് വിചാരിക്കണ്ട, സാധാരണ ജനം പോലും നിന്നെക്കാൾ അറിവുള്ളവരാണ് എന്ന് പറയും. അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ കിതാബ് സുഹദ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും വ്യക്തമാവും. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുമ്പോൾ അല്ലാഹു പറഞ്ഞതാ, വആമന മഅഹു ഇല്ലാ ഖലീൽ, അവന്റെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ, വളരെ നെഗ്ലിജിബിൾ മൈനോറിറ്റി എന്നാണ്, വളരെ കുറഞ്ഞ ആളുകളെ നൂഹ് നബിയുടെ കൂടെ വിശ്വസിക്കാനുണ്ടായിരുന്നുള്ളൂ. ഒരു റിപ്പോർട്ട് പ്രകാരം 12, ഏറ്റവും വലിയ റിപ്പോർട്ട് പ്രകാരം 40.
അന്ന് ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യന്മാർ 40 ആളെ വിശ്വസിക്കാൻ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അത്ര വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അതുപോലെ തന്നെ സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. മനോഹരമായ ആ സ്വർഗോദ്യാനത്തിലെത്തുന്ന ആളുകൾ മുൻഗാമികളിൽ നിന്ന് വലിയൊരു വിഭാഗം എത്തുമ്പോൾ വഖലീലും മിനൽ ആഖിരീൻ, ചെറിയ ഒരു വിഭാഗം മാത്രമേ പിൻഗാമികളിൽ നിന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യന്റെ ആ തെറ്റായ മനഃശാസ്ത്രം തിരുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നല്ല അംഗസംഖ്യയുള്ള, ഒരുപാട് ആയുധശേഷിയുള്ള, ഒരുപാട് ബലമുള്ള, ഒരുപാട് പണശേഷിയുള്ള പട്ടാളങ്ങൾ ലോകത്തുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു തആല നമ്മളോട് പറയുന്നു കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറു സംഘങ്ങളാണ് വലിയ മൈറ്റി സോൾജേഴ്സിനെ, വലിയ പട്ടാളക്കാരെ തകർച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി വിജയിച്ചത് എന്ന് നിനക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ ഒരുപാട് സംഗതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. താലൂത്തുമായിട്ട്, പട്ടാളത്തുമായി താലൂത്ത് പോവുക, ഒരു പരീക്ഷണം എന്ന് പറയുന്ന ഒരു നദി കടക്കുകയാണ്. നിങ്ങൾക്ക് ദാഹം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, അതായത് നിങ്ങളുടെ ഒരു ആത്മബലം പരിശോധിക്കാൻ വേണ്ടി അതൊരു ടെസ്റ്റ് ഏർപ്പെടുത്തും. ദാഹം ഉണ്ടാവുമ്പോൾ നദിയിലൂടെ നിങ്ങൾ കുടിക്കരുത്, നിവർത്തില്ലെങ്കിൽ ഒരു കുമ്പിൾ കുടിക്കാം. പക്ഷേ ആ നദി കടക്കുന്ന സമയത്ത് ദാഹം ഉണ്ടായപ്പോ അല്ലാഹുവിന്റെ ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കണ്ട വെള്ളത്തിലാണ് അവർക്ക് വിശ്വാസം വന്നത്. വളരെ കുറഞ്ഞ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ കാര്യം കുടിച്ചു വന്നു. എന്നിട്ട് താലൂത്ത് എന്താ ചെയ്ത്, സൈന്യം അക്കരെ എത്തിയപ്പോ വെള്ളം കുടിച്ച എല്ലാത്തിനും പട്ടാളം ഒഴിവാക്കി. എന്നിട്ടാണ് യുദ്ധം ചെയ്യാൻ പോയതെന്നുള്ള എന്ന് പറഞ്ഞാൽ ആത്മബലം പരിശോധിക്കാൻ ആ ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇവിടെ ഒരുപാട് സംഗതികൾ ഇത് അല്ലാഹു തആല ഇതിലൂടെ പറഞ്ഞു. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അല്ലാഹുവിന്റെ കാരുണ്യവും അതുപോലെ തന്നെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള പിശാചിനെ പിന്തുടർന്ന് പോകുമായിരുന്നു. അതുപോലെ ന്യൂനപക്ഷക്കാരായ ആളുകൾ, സത്യവിശ്വാസ ന്യൂനപക്ഷക്കാരായ ആളുകൾ രാത്രിയിൽ അവർ കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ. അപ്പൊ ഖലീലുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അത്ഭുതകരമായ ഒരുപാട് സംഗതിയാണ്. അപ്പൊ എണ്ണത്തിലല്ല, ആ വണ്ണത്തിലുമല്ല, പ്രകടമായി കാണുന്ന എണ്ണത്തിലും വണ്ണത്തിലുമല്ല, എപ്പോഴും ആദർശത്തിന്റെ അകക്കാമ്പിലാണ് ശക്തി ഉള്ളത് എന്ന് സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ശത്രുക്കളായ ആളുകൾ, സത്യവിശ്വാസത്തിന്റെ ശത്രുക്കളായ ആളുകളുള്ളവരായിരിക്കാം, അധികാരമുള്ളവരായിരിക്കാം, വണ്ണമുള്ളവരായിരിക്കാം, പക്ഷേ അത് പ്രയോജനം ചെയ്യില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. മുൻഗാമികൾ ഒരുപാട് ചരിത്രം എടുത്ത് പറഞ്ഞിട്ട് മെജോറിറ്റി അധർമ്മികളായിരുന്നു. അവര് ഭൂരിപക്ഷം പേരും അധർമ്മകാരികളും ധിക്കാരികളുമായിരുന്നു. ആ അധർമ്മികളുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷയുടെ അത് പൂർത്തിയായിരിക്കുന്നു. ജനങ്ങളിൽ അധികം ആളുകളും നമ്മുടെ ദൃഷ്ടാന്തത്തെ കുറിച്ച് അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ജനങ്ങളിൽ അധികം ആളുകൾ നമ്മെ കണ്ടുമുട്ടുമെന്ന കാര്യം പറയുമ്പോ അത് നിഷേധിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് വളരെ കാരുണ്യമുള്ളവരാണ്. പക്ഷെ മനുഷ്യന്റെ അധികാരികളും നന്ദി കെട്ടവരാണ്. അപ്പൊ ഈ മെജോറിറ്റിയിൽ കൂടണോ മൈനോറിറ്റിയിൽ കൂടണോ? അല്ലാഹുവിന്റെ റസൂലിനോട് അത് പറഞ്ഞു പഠിപ്പിക്കുക. അത് മനസ്സിലാക്കിയ ഒരാള്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അതങ്ങനെ പ്രാർത്ഥിക്കണം. എത്ര തന്നെ കാര്യമായി പറഞ്ഞു കൊടുത്താലും അധികം ആളുകളും ഈ സത്യത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇസ്ലാമിക പ്രവർത്തകർക്ക് ഒരു വഴിയടയാളം കാണിച്ചു കൊടുക്കണം. എല്ലാരെയും ഇസ്ലാമിൽ കൂട്ടാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടത് ആവശ്യമില്ല. എത്ര പറഞ്ഞാലും വിശ്വസിക്കാത്തവരാണ് മനുഷ്യ സമൂഹത്തിൽ ഭൂരിപക്ഷമെന്ന് ഭൂരിപക്ഷത്തിന്റെ മനഃശാസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. എന്തിനാ? സത്യവിശ്വാസികളായ ന്യൂനപക്ഷത്തിന് ആത്മവീര്യം ഉണ്ടാവാൻ, തന്റെ ഉണ്ടാവാൻ, ഏത് സാഹചര്യത്തിൽ പട്ടാളമോ നിയമമോ വട്ടാരമോ അധികാരമോ എന്താണ് എതിർ നിൽക്കണമെങ്കിലും അതിന്റെ അപ്പുറം ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ. കാരണം അല്ലാഹുവാണ്
അൻത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ. ഓരോ ആത്മാവും പ്രഖ്യാപിക്കുന്നത് എന്റെ രക്ഷിതാവ് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി സത്യവിശ്വാസം കൊണ്ടുനടക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നതെന്നറിയോ? അതായത് വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അതായത് സത്യവിശ്വാസം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹുവിനോട് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. വമാ യുഅ്മിനു അക്തറുഹും ഇല്ലാ വഹും വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ആ സൂറത്തുൽ കഹ്ഫിലെ ആ തോട്ടക്കാരന്റെ കഥ എപ്പോഴും പറയാറുണ്ട്. അയാൾ അവിടെ വേറെ പൂജയൊന്നും നടത്തിയില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന ഒരു അഹന്ത ചിന്ത അയാളുടെ ഉള്ളിൽ വന്നു എന്നുള്ള, അതായത് ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളൊരു തോന്നല്. അല്ലാഹുവിനോടൊപ്പം ഞാനും എന്റെ വളർച്ചയിൽ പങ്കുകാരനാണ് എന്ന് വിചാരിക്കുന്ന ശിർക്ക് അത് ചെയ്തുകൊണ്ടാണ് അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോ ഇവിടെ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുക. സത്യത്തിന്റെ പാതയിൽ, സൽക്കർമ്മത്തിന്റെ പാതയിൽ, നേരിന്റെ പാതയിൽ, നീതിയുടെ പാതയിൽ നിൽക്കുന്ന ആളുകള് സമൂഹത്തിൽ എന്നും കുറവായിരിക്കും. ചരിത്രത്തിലെ ഇന്നലകളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹു തആല എടുത്ത് കണ്ടുന്നു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് ആ കാര്യം പറഞ്ഞു ഓർപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ഓർക്കണം, ഇത് അന്തും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർളി, നിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ന്യൂനപക്ഷമായി പരിഗണിക്കപ്പെടുന്ന. അതായത് ജനങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുമോ എന്ന് നിങ്ങൾ ഭയന്ന് പറഞ്ഞു നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നേരം നിങ്ങൾക്ക് അഭയം നൽകുകയും നമ്മുടെ സഹായം കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾക്ക് ഉത്തമ വിഭവങ്ങൾ നൽകി നിങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്ന അല്ലാഹുവാണ്. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. സത്യവിശ്വാസത്തിന്റെ വീതിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ സഹായമല്ലാത്ത മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. മറ്റ് ഭൗതികമായ യാതൊന്നും കൊണ്ട് വിജയിക്കാൻ പറ്റില്ല. അത് അല്ലാഹുവിന്റെ റസൂലിനെ തെളിയിച്ചു കൊടുക്കുന്നതാണ്. ബദറിലേക്ക് മാർച്ച് ചെയ്യുമ്പോ ആകെ 300 ചില്ലുവാൻ ആളുകളും കുറഞ്ഞ ഒട്ടകങ്ങളും തലപൊട്ടിയ കുറച്ച് വാളുകളും അതുവരെ യുദ്ധം ചെയ്തിട്ടില്ലാത്ത പരിചയമില്ലാത്ത കുറെ സഹാബികളുമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ അവർ നിസ്സഹായരായി പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവർക്ക് ഇറങ്ങി. അങ്ങനെ അവർ ബദറിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം നേടി. ഉഹദിലേക്ക് ചെന്നപ്പോ ഒരിക്കൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് 1000 പേര്, അതിൽ 700 പേര് റെഡിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരക്കിടില്ല, യുദ്ധം നമുക്ക് വിജയിക്കുമെന്ന ചിന്താഗതി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തൊരു അടി അടിച്ചു കൊടുത്തു. എന്നിട്ട് പ്രമുഖരായ ഹംസ പോലുള്ള സഹാബികൾ പോലും അവിടെ നിന്ന് വാർത്തായി. അതൊരു പാഠമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നിങ്ങളുടെ അംഗബലവും സംഘബലവും നിങ്ങളുടെ ആൾബലവും പണബലവും നിങ്ങളുടെ പെരുമയും കൊണ്ടല്ല, അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ് നിങ്ങൾ പതറാതെ നിലനിൽക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോയി അന്തക്കം കഴിഞ്ഞു, മക്കം ഫതഹ് കഴിഞ്ഞു. മക്കം ഫതഹ് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ വരുന്ന ഹുനൈൻ യുദ്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പടയോട്ടമാണ്. 12000 ആളുകൾ ഉണ്ടായിരുന്നു. 10000 ആളുകൾ മദീനയിൽ നിന്നവര്, 2000 ആളുകൾ മക്കയിൽ നിന്ന് വന്നവര്. അവർ ഹവാസിൻ ഗോത്രമായി ഏറ്റുമുട്ടി. അവസാനം റസൂലിൽ നിന്ന് വിളിക്കേണ്ടി വന്നു. രാവിലെ യുദ്ധം തുടങ്ങിയപ്പോ ഹവാസിൻകാര് ഗറില്ല ആക്രമണം നടത്തി. നാനാഭാഗത്തും പിരിഞ്ഞുപോയി. റസൂലിന്റെ കൂടെ ചില്ലറ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1% താഴെ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നു. ആര്? 22 കൊല്ലം എക്സ്പീരിയൻസ് ആയ സഹാബിമാര്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓടലെ വരൂ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞിട്ടും ആളുകൾ നിന്നില്ല എന്നുള്ളതാണ്. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണെന്ന് വിളിച്ചു പറയാൻ അല്ലാഹുവിന്റെ റസൂൽ അബ്ബാസിനോട് നിർദ്ദേശിക്കുന്ന ആ രംഗണ്ട്. ഹുനൈൻ യുദ്ധം തോറ്റതെന്താ മണ്ട, സ്വാധീനത കണ്ടിട്ട് നീ ഞെളിയണ്ട, ഹുനൈൻ യുദ്ധം തോറ്റതെന്താ മണ്ട എന്നൊരു കവി ഇത് പാടിയിട്ടുണ്ട്. അല്ലാഹു നിങ്ങളുടെ അംഗബലം, നിങ്ങളുടെ അത്ഭുതബലം എന്നതാക്കിയപ്പോൾ നിങ്ങളുടെ അംഗബലം കൊണ്ടോ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടോ നിങ്ങളുടെ കഴിവുകൊണ്ടോ അല്ല ഇതെല്ലാം വിജയിക്കുന്നത്. അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കുകയാണ്. ഇത് സത്യവിശ്വാസികൾക്ക് എന്നും എവിടെയുമുള്ള സത്യവിശ്വാസികൾ
എത്ര ആളുണ്ടായാലും 2, 4, 5, 6 ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആത്മബലത്തോടെ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉന്നതമായ ഒരു സൈക്കോളജിക്കൽ ബാക്കിംഗ് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകുന്നത്. കാരണം ഈ ഭൗതികമായി ലഭിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. ഈ രാജാധികാരം കണ്ടില്ലേ, ഈ സ്വപ്നമേഖാനം കണ്ടില്ലേ, അതൊക്കെ എന്റെ രക്ഷിതാവ് എനിക്ക് തന്നതാണ്. അതെനിക്കറിയാം. പടച്ചവനെ, എനിക്ക് ആവശ്യം ഈ രാജാധികാരവും ഈ വൈജ്ഞാനിക മേധാവിത്വമല്ല. തവഫനി മുസ്ലിമൻ വൽഹഖനി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുകയും ചെയ്യണമെന്നതാണ് ഓരോ മനുഷ്യന്റെയും ഓരോ സത്യവിശ്വാസിയുടെയും ആ ഒരു മനോഗതം അങ്ങനെ ആയിരിക്കണം. അപ്പൊ അവന് ഏത് ന്യൂനപക്ഷത്തോടൊപ്പവും ചേർന്ന് നിൽക്കാൻ കഴിയും. ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തിക്കൊണ്ടാകുന്നത് ആത്മാർത്ഥമായി ദ്വാരക്കാൻ കഴിയും. അവിടെ ന്യൂനപക്ഷത്തിന്റെ തന്റെ ഇടമാണ്, ആത്മബലമാണ്, സത്യവിശ്വാസത്തിന്റെ ബലമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കണമെന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കൊരു പേടിയുണ്ട്. ആഗോളാടിസ്ഥാനത്തിൽ ഇസ്ലാമിനെതിരെ വളരെ ശത്രുക്കളാണ്, മറ്റാണ്, മണ്ണങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. മീഡിയയുടെ ആ പ്രചരണത്തിന് വേണ്ടി ഒരുതരം നിരാശ ബാധിച്ച തരത്തില് ക്ഷമാപണ സാഹിത്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന സത്യവിശ്വാസികൾ, നേതാക്കന്മാര്, പണ്ഡിതന്മാരൊക്കെ ഉണ്ട് എന്നുള്ള. പക്ഷെ അവരൊക്കെ ഖുർആന്റെ ഈ യാഥാർത്ഥ്യം മറന്നു കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംസാരിക്കുന്നത്. സത്യം വളരെ വ്യക്തമാണ്. ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്നത് ഏകനായ അല്ലാഹുവാണ്. അവന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന് ഈ യാഥാർത്ഥ്യം സ്വയം ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒടുവിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അന്ന് പ്രഖ്യാപിക്കണമെന്നോ അങ്ങനെ നീ നിന്റെ ഉത്തരവാദിത്വം നിറച്ചുള്ളൂ. എപ്പോ നിങ്ങളെ വിജയിപ്പിക്കണം, എപ്പോ നിങ്ങളെ ശക്തിയുള്ളവരാക്കണം, എപ്പോഴും നിങ്ങൾ അധികാരം കേൾക്കണം, എപ്പോഴും നിങ്ങൾ ജയിലിലടക്കണം. യൂസുഫ് നബി ജയിലടച്ചപ്പോഴും അല്ലാഹു കാരുണ്യവാൻ തന്നെയായിരുന്നു. യൂസുഫിന്റെ പൊട്ടക്കിണറിൽ വീണപ്പോഴും അല്ലാഹു കാരുണ്യവാൻ തന്നെയായിരുന്നു. യൂസുഫിന്റെ സഹോദരങ്ങള് യൂസുഫിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അല്ലാഹു കാരുണ്യവാൻ തന്നെയായിരുന്നു. അതേ കാരുണ്യവാനായ അല്ലാഹു പിൽക്കാലത്ത് യൂസുഫിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ആലാവിനെയും പിതാവിനെയും അവിടെ കാണിച്ചു കൊടുത്തു. അപ്പോഴും അല്ലാഹു കാരുണ്യവാനാണ്. ഇതൊക്കെ വളരെ പക്വമായി നോക്കിക്കാണാനുള്ള ഭൗതികമായ ഔന്നിത്യം നേടിയെടുത്ത യൂസുഫ് നബിയാണ് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന കാരുണ്യവാനായ തമ്പുരാനെ, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷകർത്താവ്, കൈകാര്യകർത്താവ്. ഈ ബോധം മനുഷ്യ മനസ്സിൽ യഥാർത്ഥത്തിൽ എത്താത്തിടത്തോളം കാലം എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. ആ ബോധം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും മറ്റു സംഗതികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ പ്രയോജനപ്പെടുത്തി ശക്തമായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅലീമി സുൽത്താനി സുബ്ഹാനക ലാ നുഹ്സി കമാ അഥനൈത റസൂലക അല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي ثانيا بتقوى الله. ബഹുമാനരായ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണെന്ന് വസിക്കുന്നു. ആശ്വാസത്തിനും സമാധാനത്തിനും ആത്മധൈര്യത്തിനുമായി ആരെങ്കിലും ഖുർആൻ സ്നേഹിച്ച് ഖുർആൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അതിൻ്റെ വാതായങ്ങൾ നമുക്ക് തോന്നുന്നു. മനുഷ്യരാണ് പ്രശ്നങ്ങൾ വരൂ അതാണ്. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും അല്ലാഹു തആല ഓരോ റോഡ് നിശ്ചയിക്കും. അതിനാവശ്യമായതെല്ലാം അവരുടെ സംവിധാനം ചെയ്യും, അവരുടെ തരികയും ചെയ്യും. അതിൻ്റെ അപ്പുറം ഭൗതിക ജീവിതത്തിന്റെ ആർഭാടാലങ്കാരങ്ങളിൽ മുങ്ങി സമയങ്ങളെ തീരുമാനിച്ചാൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിന് ഒരുപാട് പഴയകാല തെളിവുകളുണ്ട്. അവരവരുടെ ഓഹരി കൊണ്ട് ആനന്ദിച്ചു, അടിച്ചു പിടിച്ചു. നിങ്ങളുടെ ഓഹരി കൊണ്ട് അടിച്ചു പിടിക്കും. അവരെ നശിച്ചതുപോലെ നിങ്ങൾ നശിച്ചു. അങ്ങനെ പല കോലത്തിലുള്ള അവസ്ഥയാണ്. മദ്യവേനൽ അവധിക്കാലമാണ്. നമ്മുടെ നാട്ടിൽ വിവാഹങ്ങളുടെ കാലമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് വിവാഹം. അത് ആഘോഷമല്ല. അത് ആഘോഷമാക്കിയിട്ട് അതിൻ്റെ പേരിൽ പൊങ്ങച്ചും ആവശ്യമില്ലാത്ത ആർഭാടങ്ങളും ഒക്കെ കാണിച്ചാൽ ഇതൊക്കെ അള്ള തന്നതാണ് എന്ന ഒരു ബോധമുണ്ടല്ലോ, അത് വേണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെടും. പൈസ ഉള്ളവൻ അവന്റെ പൈസ കൊണ്ട് ഇങ്ങനെ ആർഭാടം കാണിക്കുമ്പോൾ കാശില്ലാത്തവൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആർഭാടം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നിട്ട് കണ്ട പള്ളികൾ മുഴുവനും മക്കളെ കെട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ചീട്ടുമായിട്ട് തണ്ടി നടക്കുന്ന യഥാർത്ഥത്തിൽ സമുദായത്തെ ഒരു അച്ഛനാളും അങ്ങനെ ചെയ്യേണ്ടി വരില്ല. ഈ സമുദായത്തിന് അല്ലാഹു തആല പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ സമുദായമാണ്. എന്തു പറഞ്ഞാലും വിശ്വസിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. വിട്ടേക്ക്, അവിടെ പോയി പങ്കെടുക്കണ്ട, എന്താ മോശമാവല്ലോ ഞാൻ കല്യാണത്തിൽ പങ്കെടുത്തു. വിട്ടേക്ക്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മാർഗത്തെ കുറിച്ച് പറയാം. റസൂലോട് പറയാം, ഇതാണ് എന്റെ വഴി. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമായി മരിക്കണം എന്നൊരു ചിന്തയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഈജിപ്തിന്റെ അധികാരം കൈയാളുമ്പോൾ, വൈജ്ഞാനിക മേധാവിത്വം പുലർത്തുമ്പോൾ ഞാൻ മരിച്ചു പോവേണ്ടവനാണ്, ഞാൻ പ്രവാചകനാണ്, എന്നാലും ഞാൻ മരിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമായി മരിക്കണം, അനുസരണയുള്ളവനായി മരിക്കണം. വലിയ തത്വമാണ്. മുഹമ്മദ് നിനക്ക് മുമ്പ് വന്ന പ്രഗത്ഭന്മാരായ പ്രവാചകന്മാർ പറഞ്ഞു, അത് തന്നെ നീയും പറഞ്ഞു കൊടുത്തോളൂ. ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് വിളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ഫർളായി പ്രഖ്യാപിച്ച സമയം നമുക്കും പറഞ്ഞു, ഇതാണ് നമ്മുടെ മാർഗം. നാം അല്ലാഹുവിലേക്ക് വിളിക്കുന്നു മനുഷ്യന്മാരെ. അവരെ കുഴപ്പത്തിലാക്കാനില്ല, അവർക്ക് ആശ്വാസത്തിന്, ശാശ്വതമായ സമാധാനത്തിന് വേണ്ടിയാണ്. അലാ ബസീറത്ത് വഅന മനിത്തബഅനി, അന വമനിത്തബഅനി, ദൃഢമായ ബോധ്യത്തോടുകൂടി ഇത് സത്യമാണ്, വിജയത്തിന്റെ മാർഗമാണ് എന്ന ദൃഢമായ ബോധ്യത്തോടു കൂടി ഞാനും എന്നെ പിൻപറ്റി വരും. നിങ്ങൾ അല്ലാഹുവിലേക്ക് വിളിക്കണം. അല്ലാഹു പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അല്ലാഹുവിനെ സംശയിക്കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ് പറഞ്ഞാളാന്ന് പറയാം. മഹാപരിശുദ്ധനാണ് അല്ലാഹു തആല. വമാ അന മിനൽ മുശ്രികീൻ, ഒരിക്കലും ഞാൻ ആ അല്ലാഹുവിന്റെ ശക്തിയോട് മറ്റൊരു ശക്തിയെ, ബിംബങ്ങളായാലും കൊള്ളാം, പണമായാലും കൊള്ളാം, പദവിയായാലും കൊള്ളാം, മറ്റൊരു ശക്തിയെ കൂട്ടിച്ചേർക്കുന്നവനല്ല എന്ന് മുഹമ്മദെ നീ പ്രഖ്യാപിക്കണം. മുഹമ്മദിന്റെ അനുയായികൾക്കും ഇത് പ്രഖ്യാപിക്കാൻ ഒരു ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ചരിത്രത്തിലെ മഹോന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ എടുത്തു കാണിച്ചു, ചരിത്രത്തിലെ നല്ല രസകരമായ ജീവിതാനുഭവങ്ങൾ എടുത്തു കാണിച്ചു, ചരിത്രത്തിലെ കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രയാസങ്ങളുടെയും ഒരുപാട് കഥകൾ എടുത്തു കാണിച്ചു. ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞവരോട് വേണ്ടിക്കുക. നിങ്ങൾ ഈ കാണുന്ന ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരാർപ്പാടങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി നടന്ന ആളുകളൊക്കെ നശിച്ചു പോയാണ്. എത്ര പൂങ്കാവനങ്ങളാണ്, അതുപോലെ വയലേലകളാണ് അവര് വിട്ടേച്ചു പോയത്. നശിച്ചു പോയ ഫറഔന്റെയും കുടുംബത്തെയും കുറിച്ച് പറയാം. ഒരുപാട് പാടങ്ങൾ, നെൽപ്പാടങ്ങളും വയലേലകളും, നല്ല രമ്യഹർമ്മ്യങ്ങളായ ഒരുപാട് മണിമന്ദിരങ്ങൾ. അവർ അതിൽ ആഹ്ലാദഭരിതരായിരുന്നു. എന്നിട്ട് അത് നാം അവരെന്ന് വേറൊരു ജനതയ്ക്ക് കൊടുത്തു. നല്ലൊരു സംഗതി അവിടെ എടുത്തു പറയും. ആകാശവും ഭൂമിയും അവരുടെ പതനം കണ്ട് കരഞ്ഞില്ല. ആർഭാടന്മാരായ, അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കുന്ന, അല്ലാഹുവിനെ വിട്ട് അധികാരം പ്രയോഗിക്കുന്ന ആളുകളുടെ പതനം ഉണ്ടാകുമ്പോ അവർക്ക് വേണ്ടി ഒരിച്ച് കണ്ണീരൊഴിക്കാൻ ലോകത്താരുമുണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന റബ്ബുകുമുൽ അഅല എന്ന് പ്രഖ്യാപിച്ച റംസീസ് രണ്ടാമന്റെ പതനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുന്നു. നീ കാണുന്നില്ലേ എത്ര ആർഭാടങ്ങൾ, എത്ര വയലേലകൾ, എത്ര രമ്യഹർമ്മ്യങ്ങൾ, അതെല്ലാം അവർ വിട്ടേച്ചു പോയി. അവർക്കൊരു ഇടവും കൊടുത്തില്ല. പിടിച്ചു,
ഒരറ്റപ്പിടുത്തം, അതുപോലെ നിങ്ങളെ നാം പിടിച്ചേക്കാം. അതോർത്തുകൊണ്ട് നമുക്കുള്ളതെല്ലാം അള്ളാഹു തന്നതാണ്, അതുകൊണ്ട് ഞാൻ അനുസരണയുള്ളവനായി ജീവിക്കണം എന്നൊരു ബോധത്തെ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിവരയിട്ടത് പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരു മുസ്ലിമായല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്നുള്ളത്. അപ്പൊ മുസ്ലിമായി മരിക്കുക എന്നതാണ് ഏറ്റവും മഹോന്നതമായ ഒരു സംഗതി. ഭൗതിക ജീവിതത്തിൽ നേടുന്ന എല്ലാത്തിനേക്കാളും അപ്പുറം ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ്. ആഹാരം അള്ളാഹ് ഏറ്റ കാര്യമാണ്, അതുപോലെ തന്നെ ജീവിത സൗകര്യങ്ങൾ അള്ളാഹ് ഏറ്റ കാര്യമാണ്. നമ്മൾ ഒരുപാട് കരഞ്ഞത് കൊണ്ട് അള്ളാഹുന്റെ കഥ ചിലപ്പോൾ കൂട്ടിത്തരില്ല. നമ്മൾ ഒരുപാട് ആഹ്ലാദിച്ചത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കളയില്ല. ഓരോരുത്തർക്കും നിശ്ചയിച്ച അള്ളാഹു തരുന്നത്. നമ്മൾ ഭൗതിക ജീവിതത്തിലേക്കാണ് കണ്ണു നട്ടുന്നത്. എല്ലാം തുറന്നിട്ട് എന്നിട്ട് ഒറ്റ പിടിത്തം പിടിക്കും. അങ്ങനെയുള്ള ജീവിതം വേണോ? അതല്ല, അള്ളാഹുൽ സത്യത്തെ തിരിച്ചുകൊണ്ട് എനിക്കുള്ളതെല്ലാം രക്ഷിതാവ് തന്നതാണ് എന്ന ദൃഢബോധ്യത്തോടുകൂടി നിലകൊള്ളുകയും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അനന്തമായ സൗഭാഗ്യമായ സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്നൊരു ജീവിതം വേണോ എന്ന് തീരുമാനിക്കാനുള്ള ആ തെരഞ്ഞെടുപ്പ് അവകാശം ഓരോ വ്യക്തിക്കുമുള്ളതാണ്. അതിൽ ഏറ്റവും ഉത്തമമായി തിരഞ്ഞെടുത്ത ആളുകളാണ് സത്യവിശ്വാസികൾ. ആ സത്യവിശ്വാസികൾ അതിന്റെ ഏറ്റവും മഹോന്നതമായ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കണം. അതിന് പറ്റിയ മാസമാണ് റമദാൻ. ആ റമദാൻ ശരിക്കും പ്രയോജനപ്പെടുത്തി ഖുർആൻ കൂടുതൽ പഠിച്ച് കൂടുതൽ ഹിദായത്തോടെ, കൂടുതൽ തന്റേടത്തോടെ, കൂടുതൽ ശക്തിയോടെ ജീവിക്കാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارحمنا ابو بكر وعمر وعثمان وعلي حسن والحسن وحمزه والعباس والحسن والحسن وبقيه اصحاب رسول الله اجمعين. കരുണവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാവങ്ങളും ചെറുപാവങ്ങളും പുറത്തുമാറിയതാണ് തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, പ്രതികൾ മുഴുവൻ ആളുകളും മുഴുവൻ സത്യവിശ്വാസങ്ങളെയും പുറത്തുമാക്കാതെ തന്നെ തമ്പുരാനെ. ഞങ്ങളുടെ മുന്നേ നിന്നെത്തിയ ആൾക്കാരുടെ ഞങ്ങളുടെ പൊങ്കാവനങ്ങളുള്ള പൊങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിലൂടെ ഞങ്ങളെ വേണ്ടപ്പെട്ടവർ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആശ്വാസവും സമാധാനമുള്ള ജീവിതം തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ശത്രുക്കൾ ഞങ്ങളുടെ മേൽ നീ കയറുവിലൂടല്ലേ തമ്പുരാനെ. അവരെ നീ നിയന്ത്രിക്കണേ നാഥ. എപ്പോഴും അചഞ്ചലമായി നിൽക്കാനുള്ള ഒരു ഈമാനികമായ ശക്തി ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാർത്ഥത്തിൽ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രതിനിധികളായി ഞങ്ങളെ മാറ്റണേ നാഥ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ചതിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമായി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങൾ നീ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റി തരണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും സ്വർഗ്ഗത്തിൽ ഫിർദൗസിൽ ലിഖാഅ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.